ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ്. ആ ഭരണഘടനയിൽ തന്നെ നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അഥവാ ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ചാണ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് വിളിക്കുക. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യൻ പാർലമെന്റ് നിയമം വഴിയാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെ കുറിച്ചാണ്, ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ചാണ്. നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങളെ കുറിച്ച് CAGയുടെ ഓഫീസ് മുതൽ അവസാനമായിട്ട് എന്താണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു തീർത്തു. ഇന്ന് നമ്മളൊരു 4 ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കും. എന്താണ്? ഇന്ന് ഒരു ദിവസം നമ്മൾ 4 ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കും. അതിൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചാൽ എന്താണ്, നിങ്ങൾ അതെന്താണ് 3 ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് തുല്യമായിരിക്കും. കാരണം ഏകദേശം ഈ 3 കാര്യങ്ങളും, ഈ 3 ഭരണഘടനാ സ്ഥാപനങ്ങളും എന്താണ്, ഏകദേശം പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഫോർമേഷനും എല്ലാം എന്താണ്, പരസ്പരം തുല്യമാണ്, അല്ലെങ്കിൽ ഏകദേശം തുല്യമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ബാക്കി 2 എണ്ണവും എളുപ്പത്തിൽ പഠിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ 4 ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പക്ഷേ എന്താണ്, ഇത് വളരെ കുറച്ച് മാത്രം എന്താണ് ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്നത്തെ ക്ലാസ് തീർക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ തീർത്തതിന് ശേഷം എന്താണ്, അടുത്ത ദിവസം എന്താണ് പുതിയ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ഭാഗത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കടക്കുന്നതായിരിക്കും. ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്ന ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യും, പൂർണ്ണമായിട്ട് തീർക്കും. അതിനുശേഷം നമ്മൾ അടുത്ത ക്ലാസ് മുതൽ എന്താണ് മിക്കവാറും നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്നുള്ള ഭാഗം അടുത്ത ക്ലാസ് മുതൽ പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഈ പഠിക്കാൻ പോകുന്ന 4 ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ആദ്യത്തേത് നാഷണൽ കമ്മീഷൻ ഫോർ SC എന്നുള്ളതാണ്. SC എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ളതാണ്. SC എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്. മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്ന് പറയും. എന്താണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്ന് പറയും. ആർട്ടിക്കിൾ 338 ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. എന്താണ്? ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 338. അതായത് ഈ ആർട്ടിക്കിൾ 338 പറയുന്നത് ഇന്ത്യയിൽ എന്താണ്, പട്ടികജാതി പട്ടികവർഗക്കാർക്കായിട്ട് എന്താണ് ഒരു സ്പെഷ്യൽ ഓഫീസർ വേണം എന്നാണ് ആർട്ടിക്കിൾ 338 പറയുന്നത്. അങ്ങനെ 1987 തന്നെ ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നു? ഒരു ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പട്ടികജാതി പട്ടികവർഗം എന്ന് നമ്മൾ ഒരുമിച്ച് പറയുമ്പോഴും ഇവർ രണ്ടും 2 വ്യത്യസ്ത വിഭാഗങ്ങളാണ്. ഇവർ 2 പേരും നേരിടുന്ന പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്തല്ല, തുല്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് 2നും കൂടി ഒരു കമ്മീഷൻ എന്നുള്ളത് എന്താണ്, അത് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. കാരണം SC ST എന്ന് നമ്മൾ എപ്പോഴും ചേർത്ത് പറയുമ്പോഴും ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും എന്താണ്, അത് 2ഉം വ്യത്യസ്തമാണ്. ഇവർ 2 പേരും നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വിഭിന്നമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് 2 സ്ഥാപനങ്ങൾ തന്നെ വേണമെന്ന് ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് എന്ത് ചെയ്തു, മനസ്സിലായി. ഇങ്ങനെ 2ഉം കൂടി ഒരുമിച്ച് പോരാ, മറിച്ച് എന്ത് വേണം, മറിച്ച് 2 കമ്മീഷനുകളായിട്ട് തന്നെ വേണമെന്ന് മനസ്സിലാകുകയും അങ്ങനെ 2003 89ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്താണ്, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, ഒരുമിച്ചുണ്ടായിരുന്ന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ത് ചെയ്തു, നമ്മൾ 2ആയിട്ട് വിഭജിക്കുകയും ഒരു പട്ടികജാതി കമ്മീഷനും ഒരു ദേശീയ പട്ടികവർഗ കമ്മീഷനും എന്ത് ചെയ്തു, നിലവിൽ വരികയും ചെയ്തു. എന്ന് മുതലാണ് 2003 89ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്തത്, ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും എന്ത് ചെയ്തത്,
രൂപീകരിച്ചത്. അതിനു മുമ്പ് എന്തായിരുന്നു? അതിനു മുമ്പ് ഇത് ഒരുമിച്ചായിരുന്നു ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നായിരുന്നു ഇതിന്റെ പേര് എന്നുള്ളത്. അപ്പോ 89ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 2003 നമ്മൾ എന്ത് ചെയ്തു? പട്ടികജാതി കമ്മീഷനെ വേർതിരിച്ചു, പട്ടികവർഗ കമ്മീഷനെ മറ്റൊരു കമ്മീഷനായിട്ട് നമ്മൾ വേർതിരിച്ചു. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്താണ്, ഒരു ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വരുന്നത് 2004 ഫെബ്രുവരി 19 എന്നാണ്. 2003 ഭരണഘടനാ ഭേദഗതി നടന്നു, 89ാം ഭരണഘടനാ ഭേദഗതി. അത് പ്രകാരം 2004 ഫെബ്രുവരി 19 ഇന്ത്യയിൽ എന്ത് രൂപീകരിച്ചു? ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്ത് ചെയ്തു? രൂപീകരിച്ചു. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു സൂരജ് ബാൻ എന്ന് പറയുന്ന വ്യക്തി. ആരാണ്? സൂരജ് ബാൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു പട്ടിക ജാതി കമ്മീഷന്റെ എന്തെന്ന് പറയുന്നത് ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ലോക് നായിക് ഭവനാണ്. ന്യൂഡൽഹിയിലുള്ള ലോക് നായിക് ഭവനാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇതിലെ അംഗങ്ങളുടെ എണ്ണം, പട്ടികജാതി കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 5 പേരാണ്. 5 അംഗങ്ങളാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു ചെയർമാൻ അല്ലെങ്കിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടാകും, പിന്നെന്താണ്, ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടാകും, 3 അംഗങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയാണ് 5 പേരെന്ന് പറയുന്നത്. പട്ടികജാതി കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. എങ്ങനെയാണത്? ഒരു ചെയർമാൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടാകും, ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടാകും, പിന്നെ 3 അംഗങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത്? ഇങ്ങനെയാണ് 5 മെമ്പർമാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പട്ടികജാതി കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു മിനിസ്ട്രിയുടെ കീഴിൽ, അല്ലെങ്കിൽ ഒരു മന്ത്രാലയത്തിന്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് എന്തെന്ന് പറയുന്നത്? സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം. എന്താണ്? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എന്ന് പറയും. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എന്ന് പറയുന്ന സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലാണ് പട്ടികജാതി കമ്മീഷൻ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന കമ്മീഷനിൽ എന്താണ്? ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, അംഗങ്ങളുണ്ട്. ഇവരെ എല്ലാവരെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇന്ത്യയുടെ രാഷ്ട്രപതി എന്നാണ്. എന്താണ്? ഇവരെ നീക്കം ചെയ്യുന്നത്, നിയമിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരം രാഷ്ട്രപതി എന്നുള്ളതാണ്. ഇനി ദേശീയ പട്ടികജാതി കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്?
3 വർഷമാണ്. 3 വർഷമാണ് നിലവിൽ എന്തെന്ന് പറയുന്നത്, ഇപ്പോൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പട്ടികജാതി കമ്മീഷന്റെ അല്ലെങ്കിൽ SC കമ്മീഷൻ ഫോർ SCയുടെ കാലാവധി എന്ന് പറയുന്നത് ഇപ്പോൾ 3 വർഷമാണ്. അത് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? തീരുമാനിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിക്കാണ്. ഇനി ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ അംഗങ്ങൾ അവരുടെ രാജി സമർപ്പിക്കുന്നതും ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഈ പട്ടികജാതി കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ആർക്കാണ്? അതിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ഇത്രയുമാണ് നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്? ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും? ഇതിന്റെ തൊട്ടു പുറകിൽ വരുന്ന ദേശീയ പട്ടികവർഗ കമ്മീഷൻ പഠിക്കാം. പിന്നെ എന്താണ്, പിന്നോക്ക വിഭാഗങ്ങൾക്കായിട്ടുള്ള കമ്മീഷനെ കുറിച്ചും ഈ ഒരെണ്ണം പഠിച്ചാൽ ഏകദേശം ഇതിന്റെ എന്താണ് ഫോമൊക്കെ ഒരുപോലെയാണ്. നിങ്ങൾക്ക് അടുത്ത് വായിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി നമ്മൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ പഠിച്ചു. നമ്മൾ പറഞ്ഞു എന്താണ്, 89ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ 2003 89ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ പട്ടികജാതി കമ്മീഷൻ മാത്രമല്ല രൂപീകരിച്ചത്, മറ്റെന്ത് കൂടിയാണ് രൂപീകരിച്ചത്? പട്ടികവർഗ കമ്മീഷൻ കൂടി രൂപീകരിച്ചു. എന്താണ്? പട്ടികവർഗ കമ്മീഷൻ കൂടി രൂപീകരിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ആർട്ടിക്കിൾ നമ്മൾ അവിടെ പഠിക്കേണ്ടി വരുന്നത് എന്താണ്? ആർട്ടിക്കിൾ 338A എന്ന് പറയുന്ന ആർട്ടിക്കിൾ, പട്ടിക ജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 338 ആണെങ്കിൽ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 338A. ഇനി മറ്റൊരു ചോദ്യം, ഈ ആർട്ടിക്കിൾ 338A എന്ന് പറയുന്ന വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? അതിന്റെ ഉത്തരം 2003 89ാം ഭരണഘടനാ ഭേദഗതി ആയിരിക്കും. എന്താണ്? 2003 89ാം ഭരണഘടനാ ഭേദഗതി ആയിരിക്കും. ഈ ഭേദഗതി പ്രകാരം പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എന്നാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അത് പട്ടികജാതി കമ്മീഷൻ രൂപീകരിച്ച ദിവസം തന്നെയാണ്. പട്ടികവർഗ കമ്മീഷനും രൂപീകരിച്ചത് 2004 ഫെബ്രുവരി മാസം 19ാം തീയതി എന്നാണ്. 2004 ഫെബ്രുവരി മാസം 19ാം തീയതി. ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കൻവർ സിംഗ് ആണ്. ആസ്ഥാനം എന്ന് പറയുന്നതോ? ആസ്ഥാനം എന്ന് പറയുന്നത് പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം തന്നെയാണ്. ലോക് നായക് ഭവൻ എന്നറിയപ്പെടും, ന്യൂഡൽഹിയാണ് എന്തെന്ന് പറയുന്നത്. പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനവും എന്താണ്? പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനവും ന്യൂഡൽഹിയാണ്. ലോക് നായക് ഭവൻ ന്യൂഡൽഹിയാണ് പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനവും. ഇനി ഇതിലെ അംഗസംഖ്യ എത്രയാണെന്ന്, ഇതിലെയും അംഗസംഖ്യ എന്ന് പറയുന്നത് 5 തന്നെയാണ്. എന്താണ്? 5 തന്നെയാണ്. ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, 3 അംഗങ്ങൾ. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. സേവന വേതന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? അതിലെ അംഗങ്ങളുടെയും അതിലെന്താ ചെയർമാന്റെയും വൈസ് ചെയർമാന്റെയും ഒക്കെ കാലാവധി എന്ന് പറയുന്നത് നിലവിൽ അത് എത്രയാണ്? നിലവിൽ അത് 3 വർഷമാണ്. പക്ഷെ അത് തീരുമാനിക്കാനുള്ള പരമമായിട്ടുള്ള അധികാരം എന്നും അത് 3 വർഷമായിട്ട് എന്ത് ചെയ്യില്ല, നിലനിൽക്കുകയൊന്നുമില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച്, കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അതിൽ മാറ്റം വരുത്തുവാൻ ആർക്കാണ് അർഹതയുള്ളത്, അല്ലെങ്കിൽ ആർക്കാണ് അധികാരമുള്ളത്? അത് ഇന്ത്യയുടെ രാഷ്ട്രപതിക്കാണ്. അപ്പൊ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. സേവന വേതന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇവിടെ ഒരു വ്യത്യാസമുള്ള മറ്റൊരു പോയിന്റ് വരുന്നത് എന്താണ്? മന്ത്രാലയം, അതായത് ഈ പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ ST, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്, പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ ഏത് ഗവൺമെന്റ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് മിനിസ്റ്ററിയുടെ കീഴിലാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഗോത്രകാര്യ മന്ത്രാലയമാണ്. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു മന്ത്രാലയമുണ്ട്. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന്റെ കീഴിലാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ വരുന്നത്.
മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്, ഗോത്രകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ്. നമ്മളപ്പോ ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതായത് കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് വരുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണെന്നാണ് പഠിച്ചത്? അതാ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് എന്ന് പറയുന്ന മിനിസ്ട്രിക്ക് കീഴിലാണ് കമ്മീഷൻ ഫോർ SC വരുന്നത്. കമ്മീഷൻ ഫോർ ST വരുന്നത് എന്താണ്? മിനിസ്ട്രി ഓഫ് ഈ പറയുന്ന ദേശീയ പട്ടികവർഗ കമ്മീഷനും എന്താണ്? അതിന്റെ റിപ്പോർട്ട് എന്ത് ചെയ്യേണ്ടി വരും? സമർപ്പിക്കേണ്ടി വരും. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരും. ആർക്കാണ് സമർപ്പിക്കുക? സ്വാഭാവികമായിട്ടും രാഷ്ട്രപതിക്ക് തന്നെയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷനും എന്ത് ചെയ്യുന്നത്? അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പട്ടികവർഗ കമ്മീഷനും പട്ടികജാതി കമ്മീഷനും ഒക്കെ നമുക്ക് വേണ്ടി വരുന്നത്? അതത് വിഭാഗക്കാരുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുക, അത് നേടിയെടുക്കുക, പിന്നെ എന്താണ്, അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളും സാമൂഹിക ഉന്നമനവുമാണ് ഇത്തരത്തിലുള്ള എന്താണ് കമ്മീഷനുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ എന്താണ് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുക, അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഉന്നമനമാണ് എന്തെന്ന് പറയുന്നത് ഇത്തരം കമ്മീഷനുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്താണ്? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എന്നാണ് പറയുക. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് രൂപം കൊണ്ടത് എന്നാണ്? രൂപം കൊണ്ടത് 1993 ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? രൂപം കൊള്ളുന്നത്. ഇതിന് കാരണമായിട്ടുള്ള കേസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ദിരാ സുഹാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസാണ്. 1992 ഉണ്ടായ കേസാണ്. ഈ കേസ് വിധി പറയുന്നതിന്റെ ഭാഗമായി കൊണ്ട് സുപ്രീം കോടതി എന്ത് പറയുന്നു? സുപ്രീം കോടതി പറയുന്നു ഈ പിന്നോക്ക വിഭാഗക്കാരായിട്ടുള്ള അവരെ കുറിച്ച് പരിശോധിക്കുന്നതിന്, അവരുടെ പരാതികളൊക്കെ എന്താണ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു ഓഫീസർ വേണം, ഒരു സ്ഥിരം സമിതി വേണം, ഒരു സ്ഥിരം സംവിധാനം വേണം എന്ന് എന്താണ് ഈ ഇന്ദിരാ സുഹാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 1992 കേസിൽ വിധി പറയുന്ന സമയത്ത് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തുണ്ടാകുന്നു? നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെ പിൻപറ്റിക്കൊണ്ടാണ് ഇന്ത്യയിൽ എന്തുണ്ടാകുന്നത്? ഇതിനെ പിൻപറ്റിക്കൊണ്ടാണ് ഇന്ത്യയിൽ ഒരു ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഉണ്ടാകുന്നത്. എന്നാൽ ഈ കമ്മീഷൻ ഉണ്ടാകുമ്പോൾ ഇതൊരു ഭരണഘടനാ സ്ഥാപനമായിരുന്നില്ല, മറിച്ച് ഇതൊരു ഭരണഘടനാ സ്ഥാപനമായി മാറുന്നത് 2018 102ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. എന്താണ്? 2018 102ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്തായി മാറുന്നത്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്നുള്ളത് എന്തായിട്ട് മാറുന്നത്? ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ട് മാറുന്നത്. എന്നാണ്? 2018 102ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഏതാണ് ആർട്ടിക്കിൾ? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 338B ആണ്. എന്താണ്? 338B ആണ്. അപ്പൊ ഒരു ചോദ്യം, ആർട്ടിക്കിൾ 338B എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? 89 102ാമത് ഭരണഘടനാ ഭേദഗതി. 2018 102ാമത് ഭരണഘടനാ ഭേദഗതി. 338A ആണെങ്കിൽ എന്താണ്? അത് 2003 89ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇവിടെയും അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ 3 അംഗങ്ങൾ. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. സേവന വേതന വ്യവസ്ഥകൾ എല്ലാം തന്നെ തീരുമാനിക്കുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോ ദേശീയ കമ്മീഷൻ ചെയർമാന്റെയും അതിലെ അംഗങ്ങളുടെയും കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ നിലവിൽ എത്രയാണ് കാലാവധി എന്ന് പറയുന്നത്? നിലവിൽ ഇതിന്റെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. എന്താണ്? 3 വർഷമാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഒരെണ്ണം പഠിച്ചാൽ നിങ്ങൾക്ക് 3 എണ്ണവും പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതെന്ന്?
ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഏകദേശം എല്ലാം എന്താണ്, സെയിം ആണ്. 1-2 പോയിന്റുകൾ മാത്രമേ എന്തുള്ളൂ, വ്യത്യാസമുള്ളൂ. ഒരെണ്ണം വ്യക്തമായി പഠിച്ചാൽ ബാക്കിയുള്ളവർക്ക് അതിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇത് മൂന്നും എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റയടിക്ക് പഠിച്ചു തീർക്കുവാനായിട്ട് കഴിയും. ഇനി നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി ഇത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? അതായത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ഈ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ വരുന്നത് എന്ന് ചോദിച്ചാൽ അതെന്താണ്? അത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലാണ്. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന സംവിധാനം വരുന്നത്. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന ദേശീയ കമ്മീഷൻ, പിന്നോക്ക വിഭാഗക്കാർക്കായിട്ടുള്ള ദേശീയ കമ്മീഷൻ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഈ പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ SCയും എന്താണ്, ഇത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ കീഴിലാണ് വരുന്നത്. വോയിസ് ബ്രേക്ക് ചെറുതായിട്ടും ഉണ്ടാവും. ഇവിടെ എന്താണ്, കറണ്ട് ഇല്ല, ചില നെറ്റ്വർക്കിന്റെ ഒക്കെ പണികളൊക്കെ നടക്കുകയാണ്, അതിന്റെയാണ് ആ വോയിസ് ബ്രേക്ക് എന്ന് പറയുന്നത്. അടുത്ത ദിവസത്തോടു കൂടി അത് ശരിയാവുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു തീർത്തു. ഒന്നാമത്തേതാ, നമുക്ക് ഒരിക്കൽ കൂടി അതൊന്ന് വെറുതെ ഓടിച്ചു നോക്കാം. ദേശീയ കമ്മീഷൻ ഫോർ SC ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ ഏതാണ്? 338. ദേശീയ കമ്മീഷൻ ഫോർ ST ആർട്ടിക്കിൾ 338A. 338A ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 89ാം ഭരണഘടനാ ഭേദഗതി 2013. ഇനി മൂന്നാമത്തേതായിരുന്നു, മൂന്നാമത്തേത് പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 338B ആണ്. കൂട്ടിച്ചേർത്തത് ഭേദഗതി പ്രകാരമാണ്. കൂട്ടിച്ചേർത്തത് 2018 102ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. ഇനി ഈ 3 കമ്മീഷനിലെയും അംഗങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇവരുടെ നിലവിലെ കാലാവധി, 3 കമ്മീഷന്റെയും നിലവിലെ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ, ഇവരെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, രാജി സമർപ്പിക്കുന്നത്, ഇതെല്ലാം ആരുടെ അടുത്തായിരിക്കും? രാഷ്ട്രപതിയുടെ അടുത്തായിരിക്കും. പിന്നെ എന്താണ്, ഏതൊക്കെ മന്ത്രാലയത്തിന് കീഴിൽ വരുന്നതാണ് എന്ന് ചോദിച്ചാൽ, അതായത് കമ്മീഷൻ ഫോർ SC എന്ന് പറയുന്നത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ കീഴിലാണ് എന്തൊക്കെ വരുന്നത്? SC കമ്മീഷൻ ഫോർ SCയും പിന്നോക്ക വിഭാഗ കമ്മീഷനും വരുന്നത്. എന്നാൽ ST എന്ന് പറയുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന് കീഴിലാണ് വരുന്നത്. എന്താണ്? മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന് കീഴിലാണ് വരുന്നത്. ഇത് ഈ പറയുന്ന 3 സംവിധാനങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. ഈ 3 ഇതിന്റെയും എന്താണ് കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അങ്ങനെ എന്താണ്, ഒരുപാട് സാമ്യതകൾ ഇതിലുണ്ട്. ചില കാര്യങ്ങളിൽ മാത്രമേ എന്തുള്ളൂ, സാമ്യത ഇല്ലാത്തതായിട്ട് ഉള്ളൂ. അത് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും. അപ്പോ എന്താണ്, ഇതോടുകൂടി പിന്നെ നമ്മൾ ആ പറഞ്ഞ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ ഒരു കേസ് നമ്മൾ പറഞ്ഞു. എന്താണ്? ഇന്ദിരാ സൊഹാനി വേഴ്സസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കേസാണ്. 1992 കേസാണ് എന്തിന്റെ രൂപീകരണത്തിന് കാരണമായത്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായത്. ഇതിന് ഭരണഘടനാ ഭേദഗതി എന്താണ്, ഭരണഘടന അംഗീകാരം കിട്ടിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 2018 102ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇനി അവസാനത്തെ, നമ്മളിപ്പോ എന്താണ്, ഏറ്റവും അവസാനത്തെ ഭരണഘടനാ സ്ഥാപനത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആ സ്ഥാപനത്തിന്റെ പേരാണ് ഗുഡ്സ് ആൻഡ് സർവീസ് കൗൺസിൽ എന്നുള്ളത്. എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് കൗൺസിൽ, അല്ലെങ്കിൽ എന്താണ് നമ്മള് GST കൗൺസിൽ എന്ന് പറയുന്നത്. അതാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ആദ്യം
സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നികുതി സമ്പ്രദായം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് വർഷമാണ്? അത് 2016. 2017 നിലവിൽ വരുന്നത്. 2016 101ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് നടപ്പിലാക്കുന്നത്? രാജ്യത്ത് ഒരു പുതിയ നികുതി സമ്പ്രദായം അഥവാ GST എന്ന് പറയുന്നത് നടപ്പിലാക്കുന്നത്. ഈ വ്യവസ്ഥ എന്താണ്? ആദ്യം ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചു. 2016 സെപ്റ്റംബർ 8 എന്താണ് ഈ നിയമം പാർലമെന്റിലൊക്കെ പാസ്സാക്കിയത് നിയമമായിട്ട് മാറി. എന്നാൽ 2017 ജൂലൈ 1 എന്ത് നിലവിൽ വരുന്നത്? ഈ പറയുന്ന നിയമം ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. അല്ലെങ്കിൽ ഈ ഭേദഗതി, ഈ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന 101ാം ഭരണഘടനാ ഭേദഗതി നിയമം പാസ്സായത് 2016 സെപ്റ്റംബർ 8 ആ ഭേദഗതി നിലവിൽ വരുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് 2017 ജൂലൈ 1 അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ നികുതി ഒരു പുതിയ നികുതി വ്യവസ്ഥയാണ് അവതരിപ്പിക്കുന്നത്. ഈ ഒരു നികുതി വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇത് ഒരു കേന്ദ്ര സംസ്ഥാന സഹകരണവും ഏകോപനവും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് വിജയിക്കുകയുള്ളൂ? ഈ GST എന്ന് പറയുന്ന പുതിയ നികുതി സമ്പ്രദായം വിജയം കാണുകയുള്ളൂ. എങ്ങനെയാണ്? അതായത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു സഹകരണം ഉണ്ടാകണം, ഒരു ഏകോപനവും, വർക്കുകളുടെ കാര്യത്തിൽ ഒരു ഏകോപനവും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സാധ്യമാവുകയുള്ളൂ? ഈ GST എന്ന് പറയുന്ന നികുതി വളരെ സക്സസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? പിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്തരം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു സഹകരണവും ഒരു ഏകോപനവും ഉണ്ടാക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? GST കൗൺസിൽ എന്ന് പറയുന്നത്. GST കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഈ പറയുന്ന നികുതി സമ്പ്രദായം വിജയിക്കണമെങ്കിൽ എന്ത് വേണം? കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു ഏകോപനവും സഹകരണവും വേണം. ഈ സഹകരണവും ഏകോപനവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ GST കൗൺസിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഫെഡറൽ ഭരണഘടനാ സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? GST കൗൺസിൽ എന്ന് പറയുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഫെഡറൽ ഭരണഘടനാ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ഭരണഘടനാ സംവിധാനമല്ല, ഭരണഘടനാ സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? GST കൗൺസിൽ എന്ന് പറയുന്നത്. ആ ചോദ്യം എന്ത് ചെയ്യുക? നിങ്ങളുടെ മനസ്സിലുണ്ടാകുക. ഇന്ത്യയിലെ ആദ്യത്തെ ഫെഡറൽ ഭരണഘടനാ സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരം GST കൗൺസിൽ എന്നുള്ളതാണ്. GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് 279A ആണ്. 279A ആണ്. GST കൗൺസിൽ രൂപം കൊണ്ടത് 15 സെപ്റ്റംബർ 2016 ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഈ ഗുഡ്സ് ആൻഡ് സർവീസ് കൗൺസിലിൽ ആരൊക്കെയാണ് അംഗങ്ങളാകുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസ് കൗൺസിലിൽ ആരെല്ലാമാണ് അംഗങ്ങളാകുന്നത് എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക. ഇതിൽ കേന്ദ്ര ധനകാര്യമന്ത്രി ഒരു അംഗമായിരിക്കും. ആരാണ്? കേന്ദ്ര എന്തെന്ന് പറയുന്നത്? ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം, തെറ്റിപ്പോകരുത്. GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്ന് പറയരുത്. മിക്ക കേസുകളിലും പ്രധാനമന്ത്രി ചെയർമാനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നത്. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയല്ല, മറിച്ച് ആരാണ്? മറിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. ആരാണോ കേന്ദ്ര ധനകാര്യമന്ത്രി അദ്ദേഹമായിരിക്കും എന്തെന്ന് പറയുന്നത്? GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കേന്ദ്രമന്ത്രി കൂടി ഉണ്ടാകും. അതായത് കേന്ദ്ര ധനകാര്യമന്ത്രി കൂടാതെ മറ്റൊരു കേന്ദ്രമന്ത്രി കൂടി GST കൗൺസിൽ അംഗമായിരിക്കും. അത് സംസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കുന്ന, അതായത് സംസ്ഥാനങ്ങളുടെ റവന്യൂ ധനകാര്യ ചുമതലയുള്ള കേന്ദ്രമന്ത്രി. എന്താണ്? സംസ്ഥാനങ്ങളുടെ ധനകാര്യ റവന്യൂ ചുമതലയുള്ള കേന്ദ്രമന്ത്രി. അതായത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ്
റവന്യൂ ആൻഡ് ഫിനാൻസ് എന്താ പറയാ. അപ്പൊ ഇത് വഹിക്കുന്ന കേന്ദ്രമന്ത്രിയും എന്തിൽ അംഗമായിരിക്കും? ഈ പറയുന്ന GST കൗൺസിലിൽ അംഗമായിരിക്കും. അപ്പൊ 2 കേന്ദ്രമന്ത്രിമാർ GST കൗൺസിലിൽ അംഗമായിരിക്കും. ഒന്നാമത്തേത് കേന്ദ്ര ധനകാര്യമന്ത്രി, അദ്ദേഹമാണ് എന്തെന്ന് പറയുന്നത് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സംസ്ഥാന ധനകാര്യമന്ത്രി അല്ലെങ്കിൽ എന്താണ് സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള റവന്യൂ ധനകാര്യ ചുമതലയുള്ള കേന്ദ്രമന്ത്രി. ഇങ്ങനെ 2 പേരാണ് എന്തെന്ന് പറയുന്നത് GST കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള കേന്ദ്രമന്ത്രിമാരെന്ന് പറയുന്നത്. അതിൽ ധനകാര്യമന്ത്രി ആയിരിക്കും എന്തെന്ന് പറയുന്നത് ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ അംഗങ്ങൾ, ഇനി വരുന്ന അംഗങ്ങൾ എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലെയും എന്താണ് ധനകാര്യ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ നികുതി വകുപ്പ് മന്ത്രി എന്തായിരിക്കും GST കൗൺസിൽ അംഗമായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന് യാതൊരു നിർബന്ധവും ഇല്ല എന്നാണ്. സ്വാഭാവികമായിട്ടും എല്ലാ സ്റ്റേറ്റുകളും എന്താ ചെയ്യുന്നത്, അവരുടെ ധനകാര്യവുമായി ബന്ധപ്പെട്ട കാര്യം ആയതുകൊണ്ട് GST കൗൺസിലിലേക്ക് മിക്കവാറും എന്തിനെയാണ് വിടുക, അവരുടെ ധനകാര്യമന്ത്രി അല്ലെങ്കിൽ ടാക്സ് മിനിസ്റ്ററെ ആയിരിക്കും വിടുക. എന്നാൽ അവിടെ പോകണം അല്ലെങ്കിൽ അതിൽ അംഗമാകണമെന്ന് എന്തില്ല, യാതൊരു നിർബന്ധമില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ സംസ്ഥാന മന്ത്രിസഭയ്ക്ക് അവർ നിർദ്ദേശിക്കുന്ന വേറൊരു മന്ത്രിയെ വേണമെങ്കിൽ എന്തിൽ അംഗമാക്കാം, GST കൗൺസിലിൽ അംഗമാക്കാൻ സാധിക്കും. അപ്പോ അംഗങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രി, അദ്ദേഹമാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങളുടെ റവന്യൂ ധനകാര്യ ചുമതലയുള്ള കേന്ദ്രമന്ത്രി, അദ്ദേഹവും GST കൗൺസിലിൽ അംഗമാണ്. പിന്നെന്താണ് ഈ മറ്റു സംസ്ഥാനങ്ങളുടെ ധനകാര്യ നികുതി വകുപ്പ് മന്ത്രിമാർ. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്. മാത്രമല്ല സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ആ ബോർഡിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഈ GST കൗൺസിൽ എന്താണ്, അദ്ദേഹം ഒരു സ്ഥിരം ക്ഷണിതാവായിരിക്കും. അദ്ദേഹത്തിന് എന്തുണ്ടാകില്ല, വോട്ടവകാശം മാത്രം ഉണ്ടാവുകയില്ല. അപ്പോ GST കൗൺസിൽ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കുവാനായിട്ടുള്ളത്. ഇതോടുകൂടി നമ്മള് ഈ പറഞ്ഞ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട ഒരു PSC സിലബസിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പ്രത്യേക ഭാഗമായിട്ടുള്ള ആ ഭാഗം നമ്മൾ എന്താണ് പൂർണ്ണമായും ഇന്നത്തോടെ പഠിച്ച് തീർത്തിരിക്കുകയാണ്. അപ്പോ ഇന്ന് എന്താണ്, ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക്, ഇതിന്റെ കണ്ടിന്യൂഷൻ അല്ല, നമ്മൾ ഇനി ഒരു പുതിയ ക്ലാസ്, പുതിയൊരു വിഷയമാണ് എടുക്കാൻ പോകുന്നത്. അത് നമ്മൾ എന്താണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് പുതിയ വിഷയം തുടക്കമിടും. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചായിരിക്കും എന്തെന്ന് പറയുന്നത് ആ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് വരെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഇതിൽ കൂടുതലായിട്ട് വിവരങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ നോട്ടിന്റെ ഭാഗമായിട്ട് ചേർക്കുക. എല്ലാവരും എന്ത് ചെയ്യുക, വളരെ നന്നായിട്ട് പഠിക്കുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.